ഇറാനെ തകർക്കാൻ ഇസ്രായേലും അതോടൊപ്പം തന്നെ അമേരിക്കയും ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ ഖമേനിയെ കൊലപ്പെടുത്താനും ഗൂഢാലോചന നടത്തുന്നു എന്നാണ് ഇറാന്റെ മന്ത്രി പറയുന്നത്. അതിൽ വാസ്തവമുണ്ടോ? അങ്ങനെയാണെങ്കിൽ കൊല്ലാൻ അവസരമുണ്ടായിരുന്നല്ലോ, ആ അവസരത്തിൽ കൊന്നിട്ടില്ല. നല്ല കാര്യമല്ലേ ഈ ഖൊമേനിയൊക്കെ കൊല ചെയ്യപ്പെടേണ്ടതാണ്. ഇസ്ലാമിക ലോകത്തെ തന്നെ പിന്നോട്ട് വലിക്കുന്ന ഒരു നാറിയാണ് നമുക്ക്. ഈ കാലത്തിനനുസൃതമായി ഇസ്ലാമിക ലോകം മാറാതിരിക്കാൻ കാരണം ഇങ്ങനെയുള്ള ചില ആളുകൾ. അപ്പോൾ മുഹമ്മദ് ബിൻ സൽമാൻ വരെ മാറി, ഇവനൊന്നും മാറിയല്ല. കാര്യം ഇവനൊക്കെ ഒന്ന് മതം തലക്കുടിച്ച് ഭ്രാന്തായിരിക്കുകയാണ്. ഇവൻ്റെ താല്പര്യത്തിന് മാറാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അവനാരെങ്കിലൊക്കെ തട്ടുന്നത് വളരെ നല്ലതാണ്. ഇസ്രായേലിൽ അവിടുത്തെ പാവങ്ങൾക്ക് തട്ടാൻ പറ്റില്ല, അവർക്ക് അതിനുള്ള ശേഷിയൊന്നുമില്ല. ഇവിടെ മിലിറ്ററി ഒക്കെ സ്ട്രോങ് ആണ്. അത് ഇസ്രായേലിനെ കൊണ്ടേ പറ്റുള്ളൂ. ദുഷ്ടനെ കൊണ്ട് ഇങ്ങനെ ചില ഗുണങ്ങളുണ്ടാവും. എന്തുകൊണ്ട് ഇങ്ങനെ ലാഗാവുന്നത് എനിക്ക് മനസ്സിലാവും. കുറച്ച് മുമ്പേ ചെയ്തുകൂടായിരുന്നു. അല്ല, പക്ഷേ ഇസ്രായേലും ഇറാനും തമ്മിൽ അന്ന് ആക്രമണം നടന്നിട്ട് ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ കൊന്നിട്ടില്ലേ, അതന്നൊരു ഷോ കാണിച്ചതല്ലേ, അത്രേ ഉള്ളൂ. ഇവന്മാർ വേറെന്തോ ഉദ്ദേശമുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാനിലെ ജനങ്ങൾ അവരുടെ ശത്രുവല്ല. ഇറാൻകാരോട് അവർക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. കാരണം അവരെ പണ്ട് നമുക്കെന്ന പുസ്തകം അടിമയാക്കി വെച്ചപ്പോൾ അവരെ രക്ഷപ്പെടുത്തിയത് സൈറസ് എന്ന് പറഞ്ഞ ഇറാനിയൻ രാജാവാണ്. ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കുറച്ചൊക്കെ അവർക്കുണ്ട്. ടാക്ടിക്കലി അവർ അറബ് രാജ്യങ്ങൾ പെട്ടതല്ലല്ലോ ഇറാൻ, അവർ ഷിയ രാജ്യമാണ്. അപ്പോൾ ഈ ഖൊമേനി എന്നുള്ള വിഷത്തിനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നാണ് ഇറാനൊരു പ്രോബ്ലമല്ല, നമുക്കൊരു പ്രോബ്ലമല്ല. ഇറാൻ നമ്മളിത്രയും സഹായിച്ചിട്ട് നമുക്കെതിരെ പണിയുന്ന ഒരു രാജ്യമാണ് ഉള്ളിൽ കൂടെ. അതിന് കാരണം വെച്ചാൽ ഇസ്ലാമിസമാണ്. അപ്പം ഈ ഖൊമേനി മാറേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ്. നാമുമായി നല്ല ബന്ധമല്ലേ ഇറാൻ? അതിന് ഉള്ളിൽ കൂടെ പണിയുന്നുണ്ട്. നമ്മുടെ കാശ്മീർ തീവ്രവാദികളെ രഹസ്യമായിട്ട് പിന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ട്രെയിനിൽ കൂടെ പണിയുന്നത് തുർക്കിയല്ലേ? അവരും രണ്ടു കൂട്ടരും പണിയുന്നുണ്ട്. രണ്ടു കൂട്ടരും നമ്മുടെ സുഹൃത്തുക്കളാണ്. തുർക്കി അടുത്ത കാലത്താണെന്ന് പണി തുടങ്ങിയത്. മറ്റേ മുമ്പേ ഉണ്ട് പണി. അത് ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാശം വിധിച്ചിട്ടുള്ളത് പിന്നെ ഈ ഇറാനിയൻ രാജാവായിരുന്ന അയാൾ പേര് ഒരു നസുദ്ദീൻ ഷാ എന്നോ, അയാളാണ് ഏറ്റവും കൂടുതൽ ഈ ഡൽഹിയിൽ നാശം വിധിച്ചത്. ഓരോരോ നാദിർ ഷാ ഓരോരോ ഡൽഹിയിൽ ഓരോ മഠത്തിൻ്റെ മുകളിൽ ഒരു ശവമായിരുന്നു. മുസ്ലിങ്ങളെ കൊന്നു. അത് മുസ്ലിംസ് അതിന് വലിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഖലീഫ ചോദിച്ചു, നീ എന്ത് വൃത്തിയുടെ കളഞ്ഞ് അമ്മൻ്റെ ആളുകളെ കൊന്നല്ലോ. അപ്പം കലിമ ചൊല്ലിയ കാഫ്രീങ്ങളെയാണ് ഞാൻ കൊന്നതെന്നോ. ഇവന്മാർക്ക് പണ്ടേ നമ്മൾ പാകിസ്ഥാൻ നമ്മുടെ ആയിരുന്നല്ലോ. ആ സമയത്ത് പാകിസ്ഥാൻ്റെ പല പ്രദേശങ്ങളും അവർ പിടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മുമ്പ് ഈ പറഞ്ഞ യൂതന്മാരെ സഹായിച്ച സൈറസ് രാജാവിൻ്റെ സമയത്തും നമ്മളെ സ്ഥലങ്ങൾ അവർ പിടിച്ചെടുത്തിട്ടുണ്ട്. അവിടെ ഏറ്റവും റിച്ചായിട്ടുള്ള പ്രൊവിൻസ് സിന്ധും പഞ്ചാബും ആയിരുന്നു. അപ്പം അങ്ങനെ നല്ല ബന്ധം നല്ല അവരായിട്ടുള്ളത്. അവർ തൽക്കാലം അവർ അമേരിക്ക ഒറ്റപ്പെടുത്തിയത് നമ്മൾ റഷ്യയുടെ കൂടെ ആയതുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്തു എന്നല്ലാതെ, പിന്നെ അവരുടെ ഓയിൽ നമ്മൾ മേടിച്ച് അവരെ സഹായിക്കുന്നുണ്ട്, നമുക്കതുകൊണ്ട് ഗുണമുണ്ട്. അതല്ലാതെ അവർ കാശ്മീർ തീവ്രവാദികളുടെ രഹസ്യം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പരിശീലനം കൊടുക്കുന്നുണ്ട്. ഇദ്ദേഹത്തെ വധിച്ചാൽ അവിടെ ഒരു ഭരണ അട്ടിമറി ഉണ്ടാകുമോ? മാറ്റങ്ങളുണ്ടാവും. കാരണം മാറണമെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ തല അവിടെ ഉള്ളപ്പോൾ മാറാൻ ബുദ്ധിമുട്ടാണ്. ചില തലകൾ ഉരുണ്ട് കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അമേരിക്ക അങ്ങനെ, ഇസ്രായേൽ അങ്ങനെയെങ്കിലും നല്ല കാര്യം ചെയ്യട്ടെ. പക്ഷേ ഇസ്രായേലിന്റെ ആക്രമണത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ഈ ആരാധകരുടെ എണ്ണം കൂടി ആ ശക്തി വർദ്ധിച്ചിട്ടുണ്ട്. എന്ത് കാര്യം? B-52 വിമാനം 2 സ്ക്വാഡ്രൺ ചുറ്റും വന്ന് ഈ ലോകം മൊത്തം ബോംബ് ചെയ്യാൻ പറ്റും. ഈ ആരാധക എണ്ണം കൂടിയിട്ട് എന്ത് കാര്യം? പണി നടക്കണ്ടേ? പണിയല്ലേ പ്രധാനം, എണ്ണമല്ലല്ലോ. പണി ചെയ്യാൻ ഇസ്രായേലിന് അറിയാം, അമേരിക്കയ്ക്ക് അറിയാം. അതാണ് പ്രധാനം. ആളുകൾ എണ്ണം കൂടിയിട്ടൊന്നും ഒരു കാര്യമില്ല. അന്ന് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ആക്രമണ സമയത്ത് ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇസ്രായേൽ ഖമേനിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അമേരിക്കയും ട്രംപുമാണ് തടഞ്ഞത്. കാരണം അദ്ദേഹം ഒരു മതപുരോഹിതൻ കൂടിയാണല്ലോ. അങ്ങനെ ഒരു മതവുമായി ചേർന്ന് നിൽക്കുന്നുണ്ടോ? അങ്ങനൊന്നുമില്ല. ഇപ്പം ഷിയാ രാജ്യമാണെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതിനിപ്പോൾ ഷിയാക്കൾ ഒരു എന്താ പറയുക, ഒരു ഔട്ട്ക്രൈ ഉണ്ടാവും. ഷിയാക്കളുടെ പുരോഹിതൻ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അതായിരിക്കും. അത് വെച്ചാൽ അമേരിക്കക്ക് എന്താ ഇഷ്ടം? അതുകൊണ്ടാണ് അമേരിക്ക അയാളെക്കാളും ഫാൻസ് ഉണ്ട് ബിൻ ലാദൻ. അയാൾക്കൊന്നില്ല. അയാൾ ഒഫീഷ്യൽ ഭീകരവാദി, അയാൾ അൺഒഫീഷ്യൽ ഭീകരവാദി, അത്രയേ ഉള്ളൂ. പക്ഷെ ഭരണം നടത്തിയില്ല. അതാവുന്നത് ഒഫീഷ്യൽ ഭീകരവാദി, ബിൻ ലാദൻ അൺഒഫീഷ്യൽ ഭീകരവാദി. ഇതിൽ ഇമ്പാക്റ്റ് അമേരിക്ക പഠിക്കുന്നത് ബിൻ ലാദനാണ്. അങ്ങനെ ബിൻ ലാദൻ്റെ ആരാധകർ ചാവേറുകളാണ്. ഇയാളുടെ ആരാധകർ അങ്ങനെ ചാവേറുകളൊന്നാകാൻ പോകുന്നില്ല. അത് അമേരിക്ക വേറെ, ട്രംപിന് വേറെ കച്ചവടം ഉണ്ടാവും. ഒന്ന് ഈ ട്രംപിന് എന്തെങ്കിലും ബിസിനസ്സിനുള്ള ഓഫർ ഉണ്ടാവും. കോടാനുകോടി ആൾക്കാരുള്ള ഷിയ മതം, കോടാനുകോടി ആളുകൾ സുന്നികളില്ലേ? ബിൻ ലാദനെ പിന്നെ സപ്പോർട്ട് ചെയ്ത എത്ര ആളുകളുണ്ടെന്ന് വിചാരിച്ചത്? ഭരണം നടത്തിയിട്ടില്ല.
ഭരണം നടത്തിയിട്ടുണ്ട്. ഇൻഡയറക്റ്റ്ലി താലിബാനിലെ അഫ്ഗാനിസ്ഥാൻ്റെ സ്പിരിച്വൽ ലീഡർ ആയിരുന്നില്ല അതിൽ. അപ്പം അങ്ങനെയൊന്നുമില്ല. ഇത് വേറെ എന്താ, ട്രംപിന് എന്താ ബിസിനസ് താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെയൊക്കെ ഒരുപാട് സുകുമാര കലകളൊക്കെ താല്പര്യമുള്ള അങ്ങനെ വല്ലതും അവർ ഒപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല. അപ്പം അങ്ങനെ ഒരു പേടിയൊന്നും വേണ്ട. ഈ ലോകത്ത് ഏത് പോയി ഞാൻ പറഞ്ഞുതരാം, ഏത് സാധനത്തിനോട് രണ്ട് വിഭാഗം ഉണ്ടാവും. ഇപ്പം ഇയാളെ ഈ ഒരു മേധാവിത്വം തകരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഷിയാക്കളുടെ തന്നെ ഉണ്ടാവും. പിന്നെ ഷിയാക്കൾ അങ്ങനെ ഒരുപാട് വലിയ പ്രധാനപ്പെട്ട രാജ്യം, അവിടെ ഇറാഖിൽ അവർ ഭൂരിപക്ഷം ഉണ്ട്, ബഹ്റൈനിൽ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടെന്നൊക്കെ ശരിയാണ്. പക്ഷേ മറ്റ് പ്രദേശങ്ങളൊന്നും അവർക്ക് പിന്നെ ഉള്ളത് ഈ പറയുന്ന സിറിയയിലൊരു പ്രസൻസ് ഉണ്ട്, സിറിയപ്പം മാറി. അങ്ങനെയൊന്നും പേടിക്കുന്ന ആളുകളല്ല. അതിൽ കൂടെ പേടിക്കേണ്ട ഈ സുന്നികളെയാണ്. ആ സുന്നികളെയാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ നേരിട്ടുള്ളത്, അല്ല ഉപയോഗിച്ചിട്ടുള്ളത്. അതൊക്കെ വെറുതെ, ഇത് വേറെന്തോ സംഭവമാണ്, വേറെന്തോ നമ്മളെ കണ്ണിനെ വറച്ചേക്കുന്ന എന്തോ കാര്യം. അതിന് കാരണം ഇതൊക്കെ പറയുന്നതാണ്. ഇപ്പോൾ എന്തുകൊണ്ടായിരിക്കും മന്ത്രി അങ്ങനെ പറഞ്ഞത്? ഇപ്പോൾ കൊലപ്പെടുത്താൻ വേണ്ടി ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ഗൂഢാലോചന നടക്കുന്നുവെന്ന് നിലവിലെ സാഹചര്യം, അങ്ങനെ എന്തെങ്കിലും രാഷ്ട്രീയ സാഹചര്യം ഉണ്ടോ? ചിലപ്പോൾ എന്താ രാഷ്ട്രീയ സാഹചര്യം മാറിയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇയാൾക്ക് അനുകൂലമായിട്ട് സഹതാപ തരംഗം ഉണ്ടാക്കുക എന്നുള്ള സംഭവം ഉണ്ടാവും. ചിലപ്പോൾ ഇവർ തന്നെ കൊല്ലാൻ പരിപാടി ഇട്ടിട്ടുണ്ടാവും, എന്നിട്ട് അമേരിക്കൻ്റെ തലയിലിട്ടാൽ പോലെ. അങ്ങനെയൊക്കെയുള്ള പ്ലാൻ. ഈ രാഷ്ട്രീയം എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയാണ്, ഒരു ആംബിയൻസ് ഉണ്ടാക്കുക എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു ഇരവാദം ഉന്നയിക്കുക, എന്നിട്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അടുത്ത് വരുന്ന ആൾ സിമെൻറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ എത്രയും പെട്ടെന്ന് ഒരു ഇയാളൊക്കെ തീർന്നിട്ടുന്ന ലോകത്തിന് നല്ലതാണ്. കാരണം ബേസിക്കലി എന്ന് വെച്ചാൽ അവിടുത്തെ സ്ത്രീകൾക്കൊന്നും യാതൊരു അല്ല. നാം പിന്നൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ഇപ്പോൾ അവിടെ ഒരു സ്ഥിരമായ ഒരു ഭരണകൂടം ഇരിക്കുമ്പോൾ, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ, മുസ്ലിം രാജ്യങ്ങളിൽ ഇരിക്കുമ്പോൾ, അതിനെ അട്ടിമറിക്കുമ്പോൾ പിന്നീട് വരുന്നത് വലിയ സംഘർഷങ്ങളായിരിക്കും. അതിന് സാധ്യതയുണ്ട്. അങ്ങനെ സംഘർഷം വരുന്നതാണ് അമേരിക്കയ്ക്ക് നല്ലത്, അവരുടെ കച്ചവടമൊക്കെ നടക്കും. ഇപ്പോൾ നമുക്ക് ഇറാഖിന്റെ ഒരവസ്ഥ ഉണ്ടല്ലോ, ഇറാഖും ഒരു കാലത്ത് കൃത്യമായി ഭരണത്തോടുകൂടി മുന്നോട്ട് പോയ രാജ്യമാണ്, സ്ഥിരതയില്ല. പക്ഷെ അവിടെ അമേരിക്കയുടെ ബിസിനസ് നടക്കുന്നുണ്ടല്ലോ. പിന്നീട് അമേരിക്കൻ ചായവുള്ള ഭരണകൂടം വരുന്നതാണ് കുറച്ചുകൂടി നല്ലത് ഇവരെക്കാട്ടും. രാജ്യത്തിൻ്റെ കുറച്ചുകൂടി ഒരു ജനാധിപത്യ ബോധമൊക്കെ ഉണ്ടാവും അമേരിക്കൻ ചായവുള്ള ഭരണകൂടത്തിന്. പിന്നെ ഈ പറയുന്നതിൻ്റെ മാതിരി ഈ ഉള്ളിക്കൂടുള്ള കളി അല്ല. അങ്ങനെ അമേരിക്കയെ പിന്തുണയ്ക്കാത്ത രാജ്യങ്ങളെയാണ് ഇത്തരം തെറ്റായ രീതികൾ. അമേരിക്ക എതിർക്കുന്നതുകൊണ്ട് മാത്രം ഒരു രാജ്യം നല്ലതെന്ന് നമുക്ക് അറിയുന്നത്. നമുക്ക് നമ്മുടെ പെർസ്പെക്റ്റീവ് നോക്കണ്ടേ. കാരണം നമുക്ക് ഓയിലും അതും ഇതൊക്കെ തരുന്നുണ്ടെങ്കിൽ അവരുടെ ഗതികേട് കൊണ്ടാണ്. ബേസിക്കലി അവർ ഇപ്പോഴുള്ള ആ ഭരണകൂടം ഇസ്ലാമിസത്തിൻ്റെ പുറത്ത് നമുക്ക് ഉള്ളിലൂടെ ഇട്ട് പണിയുന്ന ഒരു രാജ്യമാണ്. വളരെ കൃത്യമാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുന്ന രാജ്യമല്ലേ. പിന്നെ അവിടുത്തെ സ്ത്രീകളുടെയൊക്കെ കാര്യം, അവരൊക്കെ ഒരു തട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ സ്ത്രീകളെ കൊണ്ട് തൂക്കിലിട്ടുന്നതാണ്. ഇത് ഏത് നൂറ്റാണ്ടിൽ അവർ ജീവിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ അഡ്വാൻറ്റേജ്, അങ്ങനെയുള്ള ആളുകളൊക്കെ ഇയാളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആൾ. മുഹമ്മദ് ഖാത്തമിയൊക്കെ ഉണ്ടായിരുന്നു, അദ്ദേഹം വളരെ പ്രോഗ്രസീവാണ്. അങ്ങനെയുള്ള ആരെങ്കിലും ആത്മീയ നേതാവായി വരട്ടെ. ഇങ്ങനെയുള്ള നാളുകളൊക്കെ ചാവുന്നതാണ് നല്ലത്. കേരളത്തിൽ ആരാധകർ ഇതിനെതിരെ രംഗത്ത് വരും, സാറിനെതിരെ. എന്ത് ആരാധകർ? എനിക്കതാ ഖമേനി ആരാധകർ. ഇവിടെ കേരള ഖമേനി ആരാധകരുണ്ടോ? പിന്നെ ഇവിടെ ഷിയാക്കൾ വളരെ കുറവാണ്, 1000 എണ്ണം. ഞങ്ങൾ സുന്നികൾ അവിടെ കൂടുതൽ, 1000 ഷിയാക്കളുണ്ടാവും കേരളത്തിൽ. അപ്പൊ സാറ് പറഞ്ഞ ആരാധകരില്ലെന്നാണ് ഖമേനി. എനിക്ക് ഇസ്രായേലിനെ പരാജയപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് വലിയ പരാജയപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അവസാനം കണ്ടിട്ടുണ്ടല്ലോ, ഇസ്രായേലിനെ നിരന്തരം ആക്രമിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നൊരു ചിന്ത. ഇസ്രായേൽ ഒരുമിച്ചല്ല പണി കൊടുത്തത്. ഇയാളുടെ പ്രോക്സി ആയിട്ടുള്ള ലെബനനിലെ സ്കൂളിൽ തന്നെ മൊത്തം തകർത്ത്, ഇയാളെ വീടിന്റെ ചുറ്റുപാടും ബോംബ് ഇട്ട്, എന്നിട്ട് കൊല്ലാതെ വിട്ടതല്ലേ മങ്ങേശ്ശേരി നീലകണ്ഠൻ. ഇസ്രായേലിലെ നഗരങ്ങൾ ഇറാൻ ആക്രമിച്ചു. ഏഴ് കുന്തോ ഇസ്രായേൽ നഗരങ്ങൾ ആക്രമിച്ചു. 4 പടക്കം അവിടെ പോയി പൊട്ടി. ഇസ്രായേൽ അമേരിക്കക്കാരാണ് നീ മിണ്ടണ്ട, ആൾക്കാർ അവന് സമാധാനം ആയിക്കോട്ടെ. എടാ, ഈ അമേരിക്ക ഇസ്രായേലും വിചാരിച്ചു കഴിഞ്ഞാൽ പൂട്ടാൻ പറ്റാത്തതൊന്നുമല്ല. പിന്നെ അവന്മാർ വേറെ എന്തോ ഒരു ഗെയിം പ്ലാൻ എന്തൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്മാരിങ്ങനെ ഭാഗം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. ഈ ആരാധകരെന്ന് പറയുന്നവർ സദ്ദാം ഹുസൈൻ തോൽക്കുന്നതിൻ്റെ തലേന്ന് വരെ അമേരിക്ക തോറ്റു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. പിറ്റേ അടുത്ത ദിവസം സദ്ദാം ഹുസൈൻ പിന്നെ തോൽവി സമ്മതിച്ചു. അന്നപ്പാണ് ഇവന്മാർ ഞെട്ടിയത്. ഇവന്മാർക്ക് ഞങ്ങൾക്ക് അനുസരിച്ച് താളം കൊടുത്തുള്ള നമ്മളെ കിട്ടും. അപ്സോ നമ്മളൊരു സുന്നിയല്ലേടേ. എനിക്ക് ബേസിക്കലി ഷിയാക്കളെ ഇഷ്ടമാണ് കേട്ടോ. പ്രവാചകൻ്റെ പാരമ്പര്യം ഫോളോ ചെയ്യുന്നവരാണ്. പക്ഷേ ഇയാളൊന്നും അങ്ങനെ ഫോളോ ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.